എല്ലാവർക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും പുതിയ ടീമാണ് പഞ്ചാബ് FC. പഞ്ചാബ് FC ഇന്നലെ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് ചെന്നൈയിൻ FCയുമായിട്ടായിരുന്നു. ഇന്നലത്തെ മത്സരത്തിൽ പഞ്ചാബ് FC അവരുടെ ആദ്യ വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. എതിരില്ലാത്ത ഒരു ഗോളിനാണ് അവർ ചെന്നൈയിൻ FCയെ പരാജയപ്പെടുത്തിയത്. നിലവിൽ പോയിന്റ് പട്ടികയിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ 12 പോയിന്റുമായി 6ാം സ്ഥാനത്താണ് ചെന്നൈയിൻ FC ഉള്ളത്. പഞ്ചാബ് FC ആണെങ്കിൽ 8 പോയിന്റോടുകൂടി 8ാം സ്ഥാനത്തും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇന്നലെ നടന്ന ISL മാച്ചിനെ കുറിച്ചും കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ കുറിച്ചുമുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നമുക്ക് 5K സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി മാത്രമേ ആവേണ്ടതുള്ളൂ. അതുകൊണ്ട് എല്ലാവരും തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഏതായാലും പഞ്ചാബിന്റെ അവസാനത്തെ 5 മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് 3 സമനിലയും 1 തോൽവിയും 1 ജയവുമാണ് കാണാൻ സാധിക്കുന്നത്. പഞ്ചാബിനായി ഇന്നലെ 55ാം മിനിറ്റിലാണ് ടലാൽ എന്ന താരം ഗോൾ കണ്ടെത്തിയത്. ഇനി നമുക്ക് ഇന്നലത്തെ മാച്ചിന്റെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് വരാം. ഷോട്ടുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ചെന്നൈയിൻ FCയുടെ ഭാഗത്തു നിന്നും 6 ഷോട്ടുകളും പഞ്ചാബ് FCയുടെ ഭാഗത്തു നിന്നും 24 ഷോട്ടുകളുമാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ ഓൺ ടാർഗറ്റ് ഷോട്ട് ചെന്നൈയിൻ FC ഒറ്റ ഷോട്ട് പോലും എടുത്തിട്ടില്ല. ഓൺ ടാർഗറ്റ് പഞ്ചാബിന്റേത് നോക്കുകയാണെങ്കിൽ 7 ഷോട്ടുകളാണ് കാണാൻ സാധിക്കുന്നത്. ഇനി പാസസിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ചെന്നൈയിൻ FC ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 350ഓളം പാസുകളാണ്. 419 പാസാണ് പഞ്ചാബ് FC ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പാസിംഗ് ആക്യുറസിയിലേക്ക് കടക്കുകയാണെങ്കിൽ 73% പാസിംഗ് ആക്യുറസിയാണ് പഞ്ചാബിന്റേത് കാണിക്കുന്നത്, 68% ചെന്നൈയുടെയും. ഇനി ഫൗളിലേക്ക് വരികയാണെങ്കിൽ 19 ഫൗളിൽ ചെന്നൈയിൻ FCയുടെ ഭാഗത്തു നിന്നും 7 ഫൗൾ പഞ്ചാബ് FCയുടെ ഭാഗത്തു നിന്നുമാണ് കാണാൻ സാധിക്കുന്നത്. ഇനി യെല്ലോ കാർഡിന്റെ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ ചെന്നൈയിൻ FCക്ക് കിട്ടിയിരിക്കുന്നത് 2 യെല്ലോ കാർഡും പഞ്ചാബ് FCക്ക് കിട്ടിയിരിക്കുന്നത് 3 യെല്ലോ കാർഡുമാണ്. ഇനി രണ്ട് ടീമും ക്രിയേറ്റ് ചെയ്ത കോർണേഴ്സിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ചെന്നൈയിൻ FC 5 കോർണറുകളും പഞ്ചാബ് FC 3 കോർണറുകളുമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി കളിയുടെ ആകെ മൊത്തം പൊസിഷൻ നോക്കുകയാണെങ്കിൽ 46% ചെന്നൈയുടെ ഭാഗത്തും 54% പഞ്ചാബ് FCയുടെ ഭാഗത്തുമാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും ഇത്രയും കാലം ഇവാൻ വുക്കോമാനോവിച്ച് എന്ന കോച്ചിനെ കുറ്റം പറഞ്ഞവർക്ക് എല്ലാവർക്കും തന്നെ ഇന്നലെ ഇവാനോട് സഹതാപം തോന്നിയിട്ടുണ്ടാവും. കാരണം ഇന്നലെ വളരെ മോശം റഫറിങ് ആയിരുന്നു ചെന്നൈയിൻ FC വേഴ്സസ് പഞ്ചാബ് FC മത്സരത്തിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു ISLലെ മോശം റഫറിങ്ങിനെ തുടർന്നുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മുഖ്യ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് പറഞ്ഞിട്ടുള്ളത് ഇത്തവണ ആര് പ്ലേ ഓഫ് കിരീടം നേടുമെന്ന് റഫറിമാർ തീരുമാനിക്കുമെന്നാണ്. ഇതുകൂടാതെ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഭാഗത്തു നിന്നും ലൂണയുടെ പകരക്കാരന്റെ അപ്ഡേറ്റുകളൊന്നും ലഭിച്ചിട്ടില്ല. ISL ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ലൂണക്ക് പകരക്കാരനായി വരാൻ പോകുന്നത് നിക്കോളാസ് ലോഡേറോ എന്ന ഉറുഗ്വൻ താരം തന്നെയാണ്. പക്ഷേ ഈ ഒരു താരത്തിന്റെ ഏജന്റിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം താരം ഇന്ത്യയിലേക്ക് വരാൻ ചാൻസ് കുറവാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ ഒരു നിക്കോളാസ് ലോഡേറോ എന്ന ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ അത് വലിയ മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കും. കാരണം ലൂണക്ക് പകരക്കാരനാവാൻ കൽപ്പുള്ള താരം തന്നെയാണ് നിക്കോളാസ് ലോഡേറോ എന്ന ഈ ഒരു ഉറുഗ്വൻ താരം. ഉറുഗ്വൻ മാധ്യമങ്ങൾ തന്നെയാണ് നിക്കോളാസ് ലോഡേറോ എന്ന ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യത ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഏതായാലും ഈ ഒരു ട്രാൻസ്ഫറുമായി അനുബന്ധിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകളൊന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ റിപ്പോർട്ടുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നിങ്ങളോടൊരു ചെറിയ കാര്യം പറയാനുണ്ട്. നിങ്ങളിൽ വീഡിയോ കണ്ടു പോകുന്ന 92% ആളുകളും ഇപ്പോഴും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്കും ISL അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.